ഹോട്ടലും റൂമെല്ലാം ബുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് അഗോഡ. പലർക്കും അറിയായിരിക്കാം. ഇതിൽ നമ്മൾ ഹോട്ടൽ അല്ലെങ്കിൽ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. ഈ ക്യാഷ് ബാക്ക് എങ്ങനെ നമ്മുടെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം എന്നൊരു വീഡിയോ ആണ്. അപ്പം ആദ്യമായിട്ട് ഞാൻ എൻ്റെ അഗോഡ ഓപ്പൺ ചെയ്യാം. ഇതാണ് ആപ്ലിക്കേഷൻ. പലർക്കും അറിയായിരിക്കാം. ഹോട്ടലും ഫ്ലൈറ്റൊക്കെ ബുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇതുവഴി നമുക്ക് കിട്ടുന്ന റിവാർഡ്സ് എങ്ങനെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ബാങ്കിൽ വന്ന ഡീറ്റെയിലും കൂടി ഞാൻ കാണിച്ചു തരാം. ഓക്കെ, പലർക്കും അറിയായിരിക്കാം. ഈ ബാലൻസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്യാഷ് ബാക്ക് റിവാർഡ്സ് വരുന്നത് ഇവിടെയാണ്. സോ ഞാൻ ഓൾറെഡി ഇത് റിവാർഡ് ഞാൻ എൻ്റെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. സോ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുന്നേ ഉള്ള വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ റിവാർഡ്സ് എടുക്കുമ്പോൾ 343 രൂപയുണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡോളർ. അത് കൺവേർട്ടായിട്ട് ഇന്ത്യൻ റുപ്പീസായിട്ടായിരിക്കും മാറുന്നത്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പം അവിടെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാൻ ആദ്യം റെസിപ്പിയൻ്റ് ആണ്. അത് ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾ പേഴ്സൺ കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ രജിസ്റ്റേർഡ് ഇമെയിൽ ഐ ഡി കൊടുക്കുക. നിങ്ങളുടെ ഈ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്ത മെയിൽ ഐ ഡി തന്നെ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഏത് ബാങ്കിലേക്കാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ ബാങ്ക് ഹോൾഡറിൻ്റെ ഫുൾ നെയിം എൻ്റർ ചെയ്യുക. അതിനുശേഷം ആ ബാങ്കിൻ്റെ IFSC കോഡ് എൻ്റർ ചെയ്യുക. അതിനുശേഷം അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ കൺട്രി സെലക്ട് ചെയ്യുക. ഇന്ത്യ സെലക്ട് ചെയ്തതിന് ശേഷം അടുത്ത വരുന്ന ഓപ്ഷനിൽ സിറ്റി സെലക്ട് ചെയ്യുക. നിങ്ങളുടെ സിറ്റി ഏതാണോ ആ സിറ്റി സെലക്ട് ചെയ്യുക. അതിനുശേഷം റെസിപ്പിയൻ്റ് അഡ്രസ്സ് സെലക്ട് ചെയ്യാം. നിങ്ങളുടെ അഡ്രസ്സ് അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ അഡ്രസ്സിൻ്റെ പിൻ നമ്പർ എൻ്റർ ചെയ്യുക. ആ പിൻ നമ്പർ എൻ്റർ കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക. അഡ്രസ്സ് പ്രോപ്പറായിട്ട് തന്നെ കൊടുക്കണം, മിസ്റ്റേക്ക് വരാൻ പാടില്ല. അഡ്രസ്സ് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ പിൻ നമ്പർ എൻ്റർ ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. സിമ്പിൾ പരിപാടിയാണ്. എളുപ്പത്തിൽ തന്നെ ക്യാഷ് ബാങ്കിൽ വരുന്നതായിരിക്കും. സബ്മിറ്റ് കൊടുക്കുമ്പം അവിടെ ഒരു മെസ്സേജ് കാണാൻ സാധിക്കും. യുവർ സക്സസ്ഫുള്ളി റിക്വസ്റ്റഡ് 341 റുപ്പീസ് ക്യാഷ് ബാക്ക് റിവാർഡ്സ്. യു വിൽ റിസീവ് ദ മൊമെൻറ്റ് വിത്തിൻ 7 ബിസിനസ് ഡേയ്സ് എന്ന് പറയുന്നെങ്കിലും അന്ന് തന്നെ നിങ്ങൾക്ക് ബാങ്കിൽ ക്രെഡിറ്റ് ആവുന്നതായിരിക്കും, കൊടുത്ത ബാങ്ക് അക്കൗണ്ട് കറക്റ്റ് ആണെങ്കിൽ. ഇനി എനിക്ക് ക്രെഡിറ്റായ എമൗണ്ട് കാണിച്ചു തരാം. ആദ്യം നിങ്ങൾക്ക് ഒരു SMS വരും, ബാങ്കിൽ ക്രെഡിറ്റ് ആയതിൻ്റെ ഒരു SMS. 343 രൂപ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഇനി മെയിൽ ഐ ഡി ഓപ്പൺ ചെയ്യുമ്പം അതിലും വന്നിട്ടുണ്ട്. ഇതാ മെയിൽ വന്നിട്ടുണ്ട്. അഗോഡ കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് ഹാസ് സെൻഡ് ടു 343.22 റുപ്പീസ് എന്ന് കാണാൻ സാധിക്കും. ഓക്കെ, സിമ്പിൾ പരിപാടിയാണ്. നിങ്ങൾക്കും ഇതുപോലെ ക്യാഷ് ബാക്ക് കിട്ടിയത് ബാങ്ക് വഴി ട്രാൻസ്ഫർ ചെയ്തെടുക്കാൻ പറ്റും.